നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ ആഘോഷത്തിനായി UAE അടക്കമുള്ള എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും തയ്യാറെടുപ്പിലാണ്. പെരുന്നാൾ ഇത്തവണ കെങ്കേമമാക്കാൻ തന്നെയാണ് എല്ലാവരുടെയും പ്ലാൻ. 2 വർഷത്തെ കോവിഡ് മഹാമാരിക്ക് ശേഷം വരുന്ന പെരുന്നാളായതിനാൽ ആഘോഷമാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ആരും തയ്യാറല്ല. ഈ പ്രതീക്ഷയിലിരുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയായി എത്തിയിരിക്കുകയാണ് UAEയുടെ വിലക്ക്. UAEയിലെ താമസക്കാർ ഈദ് അൽ ഫിത്തറിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി ആരും പടക്കങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് വിലക്കേർപ്പെടുത്തിയതായി ദുബായ് പോലീസ് അറിയിച്ചു. ഇതോടെ പെരുന്നാൾ ആഘോഷത്തിന്റെ മാറ്റു കുറയുമോ എന്നാണ് സംശയം. ഇത് പ്രവാസികളെയും നിരുത്സാഹപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. പടക്കങ്ങൾ ഉപയോഗിക്കുന്നതായോ വ്യാപാരം ചെയ്യുന്നതായോ കണ്ടെത്തിയാൽ തടവും 1 ലക്ഷം ദിർഹം പിഴയും ചുമത്തും. ആഘോഷവേളയിൽ പൊതുജന സുരക്ഷയ്ക്കായി പടക്ക വ്യാപാരം നടത്തുന്ന വിൽപ്പനക്കാരുമായി ഇടപഴകുന്നത് ഒഴിവാക്കണമെന്നും കുട്ടികളെ പടക്കം പൊട്ടിക്കുന്നതിൽ നിന്ന് വിലക്കാനും രക്ഷിതാക്കൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായിട്ടാണ് പെരുന്നാളിന് മുന്നോടിയായി ഇത്തരമൊരു മുന്നറിയിപ്പ്. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾക്ക് വഴിവെക്കാതിരിക്കാനുമാണ് പടക്കങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതെന്നാണ് വിവരം. ഇതുകൂടാതെ ഈദ് അൽ ഫിത്തർ ആഘോഷത്തോടനുബന്ധിച്ച് സുരക്ഷാ പട്രോളിംഗ് ശക്തമാക്കാനാണ് ദുബായ് പോലീസിന്റെ തീരുമാനം. വിവിധ പ്രദേശങ്ങളിലുള്ള ഗതാഗതവും താമസക്കാരുടെ സുരക്ഷയും നിയന്ത്രിക്കുന്നതിനായാണ് നടപടിയെന്ന് പോലീസ് വ്യക്തമാക്കി. 412 പട്രോളിംഗ്, 29 സൈക്കിളുകൾ, 3200 പോലീസ് ഉദ്യോഗസ്ഥർ, 62 സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ, 122 ആംബുലൻസുകൾ, 442 പാരാമെഡിക്കുകൾ എന്നിവ ഇതിനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. മാർക്കറ്റുകളിലും പരിസരങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും 60 ട്രാഫിക് സർജന്മാരും 650 സന്നദ്ധ പ്രവർത്തകരും സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള 2400 സുരക്ഷാ ഉദ്യോഗസ്ഥരും വിന്യസിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി 9 മറൈൻ ബോട്ടുകളും 165 ലൈഫ് ഗാർഡുകളും 24 മണിക്കൂറും സജ്ജരായിരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പള്ളികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവ സുരക്ഷിതമാക്കുന്നതിനുമായി സേന സംയോജിത കർമ്മ പദ്ധതി വികസിപ്പിച്ചെടുത്തതായും ദുബായ് പോലീസ് പറഞ്ഞു. റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി ചേർന്ന് നിരത്തുകളിലെ നിരക്ക് കുറയ്ക്കുന്നതിനും ഗതാഗതം നിയന്ത്രിക്കുന്നതിനും ദുബായ് പോലീസ് ഒരുമിച്ച് പ്രവർത്തിക്കും. അവധി ദിവസങ്ങളിൽ റോഡ് അപകടങ്ങൾ തടയാൻ അമിത വേഗത ഒഴിവാക്കാനും സുരക്ഷിതമായി വാഹനമോടിക്കാനും പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.